ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാസവൻ മാഷിനെ പരിഹസിക്കുന്നു വന്നിട്ട് വിക്രത്തിന് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ വാസവൻ പറയുന്നുണ്ട്, സാരമില്ല, ഞാനിത് അറിഞ്ഞപ്പോൾ ഓടി വന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലേക്ക് കയറി വരാൻ തനിക്ക് ആരാടാ അധികാരം തന്നെന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ, അപ്പോൾ അതുകൊണ്ട് അണികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ വന്ന് വിവരം അന്വേഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ വിക്രം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രത്തിന് അത് ഇഷ്ടപ്പെടാതെ വേഗം തന്നെ വന്നു കഴിഞ്ഞിട്ട് വാസവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. അപ്പം മാഷ് വന്നിട്ടാ വിടറാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിടുന്നില്ലേ, അപ്പോഴേക്കും വേദ അവിടുന്ന് ഓടി വരികയാണ്. എന്നിട്ട് വേദ വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ വിക്രത്തിനോട് ഇങ്ങനെ വേണ്ടാന്ന് തലകൊണ്ട് ആട്ടാണ്. അപ്പോൾ അങ്ങനെ വിക്രം പതുക്കനെ കഴുത്തിന് കൈ വിടാണ്. അപ്പോൾ ഇതെന്താ മാഷ് ചെയ്ത്, ഞാൻ ഇവിടെ വിവരം അന്വേഷിക്കാൻ വന്നതല്ലേ ഉള്ളൂ, അതിനെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയാണ്, അതെ, ഇവൻ നിങ്ങളുടെ മകനോട് ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്, അതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട്, അതിന് ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. ഇനി ഞങ്ങൾ അതിൻ്റെ പേരിലൊന്നും നിങ്ങളോട് പ്രതികാരത്തിനോ പകയ്ക്കോ നിൽക്കുന്നില്ല. ദയവ് ചെയ്ത് ഇനി ഇതിൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നൊക്കെ പറയുമ്പോൾ വിക്രം ചോദിക്കുന്നു, അച്ഛൻ എന്തിനാ ഇയാളുടെ മുന്നിൽ ഇങ്ങനെ എഴുതുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വാസവൻ ചോദിക്കുന്നു, എൻ്റെ ഭാര്യനെ മോളെ തട്ടിക്കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയത് അതും ഞാൻ ക്ഷമിക്കണോ, എൻ്റെ ഫാക്ടറി കത്തിച്ചത് അതും ഞാൻ ക്ഷമിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, കള്ളമരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നിന്നിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് നീയല്ലല്ലോ അതിൽ ഇടപെടുന്നത്, അത് അതിൻ്റേതായ ആൾക്കാരല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, നീ ഓർത്ത് വെച്ചോ, പലതും ഇനി സംഭവിക്കാനുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നത്, ഓ നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നൊക്കെ പറയാനുണ്ട്. അങ്ങനെ വാസവനവിടെ നിന്നിട്ട് വെല്ലുവിളിച്ചിട്ട് വീണ്ടും ഇറങ്ങിപ്പോകും. അടുത്ത വീടും കൂടെ കത്താതിരിക്കാനായിട്ട് ശ്രമിച്ചോളാം പറഞ്ഞിട്ട്. അപ്പോൾ വിക്രം ദേഷ്യം വന്നിട്ട് വീണ്ടും അയാളെ പിന്നിൽ കൂടെ പോകാൻ പോകുകയാണേ. അപ്പോൾ വേദ കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ വേദനോട് വിടാനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ കൈ വിടാണേ. അപ്പം മാഷ് പറയും, കയറി പോടാകത്തേക്ക്, അയാൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നീ പ്രതികാരം ചെയ്തിട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇത് കത്തിപ്പോയിട്ടുള്ളത്. ഇനി നീ ഇതിന് പ്രതികാരത്തിന് നടന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ കത്തിപ്പോകും, മര്യാദയ്ക്ക് കയറിപ്പോടെ അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ കേട്ടോ. അങ്ങനെ വിക്രം മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോവും. പിന്നീട് കാണിക്കുന്നത് വിക്രം വർക്ക്ഷോപ്പിലേക്ക് എത്താണേ. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട്, ആഹാ, ഞങ്ങളങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണ് നിൻ്റെത്, ഇനി ഇതിന് പ്രതികാരം ചെയ്യാൻ പോകുകയാണോ എന്ന് ചോദിക്കുകയാണേ. ഇനിയിപ്പോൾ അതിനൊന്നും പ്രതികാരം ചെയ്യാനൊന്നും പോകാൻ നിൽക്കണ്ട, അതിനെ വിക്രം അല്ലാതിരിക്കണം എന്ന് വിക്രം പറയണം. ആഹാ, അപ്പോൾ ഇവന് ഇനി വീണ്ടും പ്രതികാരം ചെയ്യാൻ ഇറങ്ങാൻ പോവുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനിയൻകുട്ടൻ പറഞ്ഞു, എടാ വിക്രം, നീ ഇനി ഇതിനൊന്നും പ്രതികാരം ചെയ്യാൻ പോകണ്ട, നീ ആ വേദയുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് എന്ന് പറയും. അപ്പോൾ വിക്രം പറയുന്നു, അവൾ എൻ്റെ കൂടെ ജീവിച്ച് ജീവിതം നശിപ്പിക്കേണ്ടവളല്ല എന്ന് പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയൊക്കെ ആയില്ലേ എന്ന് രാജേട്ടൻ പറയും. അപ്പോൾ അനിയൻകുട്ടൻ പറയും, അതെ അതെ, ഇത്രയും നാളും ദേഷ്യം കൊണ്ടുള്ള വെറുപ്പ് കാണിക്കലായിരുന്നു, ഇപ്പോൾ ദേഷ്യമൊക്കെ മാറി സ്നേഹം കൊണ്ടുള്ള ഒരു ദേഷ്യപ്പെടലായി മാറി അല്ലേ വിക്രം എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, ശരിയാണ് അനിയൻകുട്ടൻ പറഞ്ഞത്, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയും. അതിനുശേഷം പിന്നീട് ഈ അപകടം നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ പ്ലാൻ, ആ വീട് ശരിയാക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ആ വീട് ശരിയാക്കാനായിട്ട് അച്ഛൻ സമ്മതിക്കുന്നില്ല. അതെന്താ സമ്മതിക്കാത്തത്? അതാ, ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങളുടെ സ്മാരകമായിട്ട് ആ വീട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് അച്ഛൻ പറയുന്നത്. നിൻ്റെ അച്ഛനത് എന്തിൻ്റെ കേടാ, നീ ഒരു മേസ്ത്രിയെ വിളിച്ചങ്ങോട്ട് ചെല്ല്, എന്നിട്ട് ആ വീടൊന്ന് ശരിയാക്കി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നേ നമുക്ക് എന്ന് രാജേട്ടൻ പറയും കേട്ടോ. വിക്രം അത് ശരിയാണെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധര വീട്ടിൽ, രാധര അച്ഛൻ കുടിച്ച് ബോധമില്ലാണ്ട് വരികയാണ് കേട്ടോ. അച്ഛ എന്താ അച്ഛത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ വിമല പറയുന്നുണ്ട്, അതെ, ഇങ്ങനെ വെറുതെ കയ്യിലിരിക്കുന്ന കാശൊക്കെ കൊടുത്ത് കുടിച്ച് പറ്റായിട്ട് വന്നിരിക്കുകയാണ്, നീ അതൊന്നും നോക്കാൻ നിൽക്കണ്ട, നീ വേഗം വായോ എന്ന് പറയും. അപ്പോൾ അയ്യോ മോളെ, ഞാൻ പറയുന്നത് കേൾക്ക് അച്ഛ, എനിക്കിപ്പോൾ തൽക്കാലം അച്ഛൻ പറയുന്നത് കേൾക്കാൻ നേരമില്ല, എനിക്ക് 2 ഓട്ടം കിട്ടുന്ന സമയമാണെന്ന് പറഞ്ഞിട്ടോ. മോളെ കത്തിപ്പോയി എന്ന് പറയുമ്പോൾ അവരങ്ങനെ നിൽക്കാണ്ട്, കത്തിപ്പോയി എന്ത്, ആ വിക്രമിൻ്റെ വീടില്ലേ, വിക്രമിൻ്റെ താമസിക്കുന്ന മുറി അത് കത്തിപ്പോയി, ഇന്നലെ രാത്രി ആരോ വന്നത് കത്തിച്ചു എന്ന് പറയുമ്പോൾ രാധയും അമ്മയും ഞെട്ടിപ്പോവാണ്. എന്താണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അച്ഛൻ വെറുതെ ആവശ്യമില്ലാത്തത് പറയണ്ടെന്ന് പറയുമ്പോൾ, സത്യമാണടി, ഞാൻ സത്യമാണ് പറഞ്ഞത്, അവൻ്റെ വീട് കത്തിപ്പോയി. അപ്പോൾ വിക്രം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല, മറ്റേ അവൻ്റെ ഭാര്യ എങ്ങാണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് എന്ന് പറയുന്നു കേട്ടോ. അവളെ എങ്ങനെയെങ്കിലും തീ കണ്ടപ്പോൾ എഴുന്നേറ്റ് ഓടിയിട്ടുണ്ടാവും, ആ സന്തോഷത്തിനാണ് അച്ഛൻ കുടിച്ചത്. ആ ഗംഗാധരൻ്റെ കടയിൽ നിന്നാണ് 500 രൂപ മേടിച്ചിട്ട് അച്ഛൻ കുടിച്ചത്. മോളൊരു കാര്യം ചെയ്യ്, വൈകുന്നേരം ഓട്ടോ കഴിഞ്ഞ് വരുമ്പോഴേ ആ കാശ് കൊടുത്തോട്ടാന്ന് പറയുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും വീട് കത്തിപ്പോയത് എനിക്ക് ഇഷ്ടമായി, എൻ്റെ പൊന്നുമോളോട് ചെയ്ത ചതിക്ക് പകരം ദൈവം കൊടുത്താണെന്നൊക്കെ പറയും.
അങ്ങനെ രാധ വിക്രത്തിനെ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. വിക്രം ആ ഫോൺ കട്ട് ചെയ്യാണ്, എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ രാധയുടെ അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ അത് വിളിച്ചൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, വേഗം റേഷൻ കടയിൽ പോയിട്ട് വേണമെങ്കിൽ തൊഴിലുറപ്പിന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോകുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദര അച്ഛനെയാണ്, ശങ്കരനാരായണനെ. ആളുടെ ഫോണിലേക്ക് ആരോ വിളിച്ചിട്ട് വിക്രമിൻ്റെ വീട് കത്തിയ കാര്യമൊക്കെ പറയാണ് കേട്ടോ. ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ. അതിനുശേഷം വേഗം തന്നെ താഴത്തോട്ട് വരികയാണ്. എന്നിട്ട് പത്മ ഒന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. എന്താ എന്താ ശങ്കരേട്ടാന്ന് ചോദിക്കുമ്പോൾ അതെ നീ അറിഞ്ഞോ ആ സുധാകര മാഷ വീട് കത്തി. സുധാകരൻ മാഷ് വീട് കത്തിയോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും കൂടെ വേഗം തന്നെ വരികയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നത് എന്തേ പറയുന്നത് അച്ഛ ദീപ്തി ചോദിക്കും. അതെ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞതാണെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വീടൊന്നുമല്ല അച്ഛ കത്തിയത്, ആ വിക്രം കിടക്കുന്ന മുറി ഉണ്ടല്ലോ ആ മുറിയാണ് കത്തിയത്, ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ്. ദൈവമേ ഇതാരാ ചെയ്തത് എന്ന് പറയണേ. അപ്പോൾ ആരോ വന്നിട്ട് പെട്രോൾ പമ്പ് എറിഞ്ഞതാണെന്നാണ് പറയുന്നത്, എന്നിട്ടാണ് കത്തിച്ചതെന്ന് പറയും. പക്ഷേ ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ വർഷ പറയുന്നുണ്ട് അപകടമൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മളിവിടെ അറിയിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് പറയാം കേട്ടോ. ചിലപ്പോൾ ഇത് അവൻ തന്നെ ചെയ്തതാവും വിക്രം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണം ശ്രീകാന്തേ നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയില്ല കേട്ടോ, അറിയാത്ത കാര്യങ്ങൾ എന്തിനാണ് നീ പറയുന്നത്. അപ്പോൾ അല്ല അവൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര അപകടങ്ങളിൽ നിന്നാണ് അവൻ അവളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവസാനം അവൻ്റെ കാര്യം സാധിക്കാനുള്ള ഒരു സമയം വന്നപ്പോൾ അവനത് ചെയ്തു, അത്രയേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു നീ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എന്ന് പറയും. അപ്പോൾ പത്മം പറയും എന്തായാലും നമ്മൾ അറിഞ്ഞ നിലയ്ക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ദീപ്തിയും പറയും ശരിയാണ്, നമ്മളിപ്പോൾ അറിഞ്ഞ നിലയ്ക്ക് ഇനിയിപ്പോൾ തർക്കങ്ങളൊന്നും അല്ല വേണ്ടത്, അവിടെ വരെ ഒന്ന് പോകുകയാണ് വേണ്ടത്. ശങ്കരേട്ടൻ നമുക്കൊന്ന് പോയാലോ? ഞാനില്ല, നീയും അമ്മയും കൂടെ പോയിട്ട് വാ. ശരി ഞാനും കൂടെ പോരാമെന്ന് ദീപ്തിയും പറയാം കേട്ടോ. ചെല്ല് എല്ലാവരും കൂടെ ചെല്ല്, പിന്നെ അവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ കത്തിപ്പോയിട്ടുണ്ടെന്നാണ് കേട്ടത്, അതും കൂടെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രീകാന്ത് ദേഷ്യത്തോട് കൂടിയിട്ട് പോകും. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട് അമ്മയും മുത്തശ്ശി ഡ്രസ്സ് മാറിയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പോകാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം അവർ വീട്ടിലേക്ക് എത്താണേ. അപ്പോൾ മുത്തശ്ശിനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇറങ്ങാൻ നേരത്ത് പൂച്ച കുറുകെ ചാടിയ കാര്യം മൂന്നാളും കൂടെ പോകണ്ട, രണ്ടാളും പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വന്നില്ല എന്ന് പറയും. അങ്ങനെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പത്മൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൈ പൊള്ളിയ ദീപ്തി കാണുമ്പോൾ അയ്യോ ചേച്ചി കൈ പൊള്ളിയല്ലോ എന്ന് ചോദിക്കുന്നത്, അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് മാത്രമേ പൊള്ളിയിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ഇനി മുത്തശ്ശിയുടെ കാര്യം പറയുമ്പോൾ വേദ പറയുന്നുണ്ട് മുത്തശ്ശിക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കൽ കൂടുതലാണല്ലോ എന്ന് പറയുമ്പോൾ ദീപ്തി പറയും ചേച്ചി മോശമാണോ, ഒരു താലി കെട്ടിയെന്നും പറഞ്ഞു കണ്ടിട്ടല്ലേ ഇവിടെ വന്ന് നീ ഇതൊക്കെ അനുഭവിക്കുന്നത് എന്ന് പറയും. അപ്പോഴേക്കും കുറച്ച് ഡ്രസ്സ് ഡ്രൈവർ കൊണ്ടുകൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ഇതെന്താ ഇത് നിൻ്റെ ഡ്രസ്സൊക്കെ കത്തിപ്പോയിട്ടുണ്ടാവില്ല. എൻ്റെ ഡ്രസ്സൊന്നും ആ റൂമിലല്ല അമ്മേ, കത്തിപ്പോയിട്ടൊന്നുമില്ല എന്ന് പറയും. എന്നാലും സാറില്ല ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാഗ് കൊടുക്കുകയാണ്. അപ്പോഴേക്കും പത്മല്ല നമ്മുടെ കമല വരികയാണ്. അയ്യോ അവിടെ നിന്ന് സംസാരിക്കുന്നത് എന്താ, അകത്തേക്ക് കയറി വാ എന്ന് പറയും. അങ്ങനെ അവരകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകാണ് കേട്ടോ പത്മം. അപ്പോൾ വീട് നോക്കിയിട്ട് പത്മം പറയുന്നുണ്ട് അല്ല എന്നാലും ഇതാരാണ് കത്തിച്ചതെന്ന് വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയാണ് പത്മാമരെ മരുമകനെ കുറേ ശത്രുക്കളുണ്ടല്ലോ അതിലാരെങ്കിലും ആയിരിക്കും എന്നിങ്ങനെ അർത്ഥം വെച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആ ഡ്രസ്സിൻ്റെ ബാഗ് അവിടെ കൊണ്ടുവയ്ക്കാണ്. ഞാൻ കാപ്പി എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ശ്രീജ എവിടെ? ശ്രീജ തൊടിയിലേക്ക് അച്ഛന് കാപ്പിയും കൊണ്ടുപോയിരിക്കുകയാണ്. ഞാൻ കാപ്പി എടുക്കാമെന്ന് കമല പറയുമ്പോൾ വേണ്ട എനിക്കൊരു കാര്യം സംസാരിക്കാൻ ഒന്ന് വായെന്ന് പറയുകയാണെ. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് കൂട്ടോ. എന്നിട്ട് ചേച്ചിനോട് ദീപ്തി ചോദിക്കുന്നത് എന്നാലും ചേച്ചി ആ സമയത്ത് വിക്രമേട്ടൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയാം അതല്ല അതിശയം, വിക്രമേ ഇവിടെ മുറിയിലിട്ട് പൂട്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു എന്ന് പറയാം കേട്ടോ. അതെന്തിനാ അങ്ങനെ പോയത് എന്ന് ചോദിക്കും. അപ്പോൾ എന്തോ ഒരു സംശയമുള്ള പോലെ ദീപ്തി മോൾക്ക് എന്തോ ഒരു സംശയമില്ലേ എന്ന് നന്ദിനി ചോദിക്കുകയാണ് കേട്ടോ ആ കാര്യത്തിൽ. അത് തന്നെയാണ് എനിക്കുള്ളത്, കറക്റ്റായൊരു സമയത്തിൽ എന്തിനാണ് അവൻ പുറത്തേക്ക് പോയത് എന്ന് ചോദിക്കും. അപ്പോൾ വേദ പറയണേ മോളെ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ചേച്ചി ഇനി ഇതിപ്പോൾ വിക്രമേട്ടൻ അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിത്തര പറയാതെ ദീപ്തി എന്നെ എത്ര അപകടങ്ങളിൽ നിന്നാണ് വിക്രം രക്ഷപ്പെടുത്തിയിട്ടുള്ളത്, പിന്നെയാണ് വിക്രം ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ ഒരാൾ വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് 2-3 തവണ ഹോൺ അടിച്ചു. അങ്ങനെ വിക്രമി ആയ ഒരാളെ തേടിയിട്ട് പോയതാണ്. ആ തേടി പോയ സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം എന്ന് പറയുകയാണേ. പിന്നെ ഉറക്കത്തിൽ നിന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് കളിയങ്കാട്ട് നീലിയല്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ചിരിക്കുകയാണ് കേട്ടോ. അതേ നന്ദിനി അടുത്തി ഒന്നിങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് നന്ദിനിനെ വിളിച്ചുകൊണ്ട് വരുതേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ അനിയത്തി ഒരു പാവാണ്, അവളെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുത്തിത്തിരിപ്പിട്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞേക്കാൻ ഞാൻ അയ്യേ ഞാനങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയൊന്നുമല്ല, ഞാൻ പറഞ്ഞതൊരു സത്യമല്ലേ,
എന്ന് പറയുകയാണെ. അപ്പോൾ വേദ പറയും, ഞങ്ങൾ കാട്ടിൽ വെച്ചിട്ട് അങ്ങനെ എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എന്നെ കാട്ടിൽ വെച്ചിട്ട് ആകാമായിരുന്നില്ലേ വിക്രമിനത്, ഞങ്ങളെങ്ങനെയാണ് കാട്ടിൽ കഴിഞ്ഞെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ടൊരു കവിത ഒക്കെ പറയാൻ കേട്ടോ. 10ാം ക്ലാസ്സിൽ ഒരു പദ്യം ചൊല്ലിക്കൊടുക്കുകയാണ് കണ്ടോ. ഇതുപോലെയാണ് ഞങ്ങൾ കാട്ടിൽ ജീവിച്ചിരുന്നത് എന്ന് വെച്ചാൽ നോക്കിയട്ടെ, എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള വിക്രമല്ല ശരിയായിട്ടുള്ള വിക്രം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയും, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പറയും, നന്ദിനി അടുത്തേക്ക് ഇതൊന്നും മനസ്സിലാവേണ്ട കാര്യമില്ല, പക്ഷേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മൂക്ക് പിടിച്ചിങ്ങനെ തിരിക്കുകയാണ് കേട്ടോ നന്ദിനിയുടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പത്മത്തിനെയും കമലാമ്മനെയാണ് കേട്ടോ. അപ്പോൾ പത്മ പറയുന്നുണ്ട്, ഞാൻ അന്ന് കമലനോട് പറഞ്ഞിട്ടുണ്ടായില്ല ഒരു കാര്യം എന്ന് പറയുകയാണെ. അപ്പോൾ കമല പറയാണ്, അത് പിന്നെ ഞാൻ പലതവണ അവളോട് ദേഷ്യം കാണിച്ചു നോക്കി പത്മം, പക്ഷേ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് നിറയെ സങ്കടമായിരുന്നു, എനിക്കതിനൊന്നും കഴിയുന്നില്ല പത്മം. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ, അതെൻ്റെ മോൻ്റെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം നന്നാക്കാൻ വന്ന ഒരു പെണ്ണിൻ്റെ ജീവിതം നശിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. എനിക്ക് അവൾ അത്രയും ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് പത്മ അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അപേക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്മത്തിന് കാര്യം മനസ്സിലാവണം. അപ്പോൾ പത്മം പറയുന്നുണ്ട്, സാരില്ല, എനിക്ക് കമലേനെ മനസ്സിലായി, കമലേൻ്റെ മനസ്സും എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പത്മം കമലേനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഇത് കുറച്ച് പണമാണ്, ഇപ്പം എന്തായാലും പൈസയ്ക്കൊക്കെ ആവശ്യമില്ലേ, അതുകൊണ്ട് ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ കമൽ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ ഇതൊന്നും വേണ്ട, ഇതൊന്നും എൻ്റെ മാഷക്ക് ഇഷ്ടപ്പെടില്ല, ഈ പണം എടുത്തു വെച്ചോ, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ പണം എടുത്തു വെച്ചിട്ട് പറയും, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ ചോദിച്ചോളൂ എന്ന് പറയും കേട്ടോ. വേദന ഞങ്ങൾ കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ടുപോയി നിർത്തുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അയ്യോ അതിനെന്ത് കുഴപ്പം, അത് അവളുടെ വീടല്ലേ, അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം, ഒരു കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ എനിക്ക് അവളെ അവിടെ കൊണ്ട് നിർത്താനായിട്ട് അനുവാദം തരുന്നു എന്ന് പറയാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ പറയും. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് രണ്ടുപേരും കൂടിയിട്ട് അകത്തേക്ക് ചെല്ലാണ്. അപ്പോൾ കമലേനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വേദ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. വേദയുടെ കൈയൊക്കെ പിടിച്ച് നോക്കുമായിരുന്നു ദീപ്തി, വേദന ഉണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ കാപ്പി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ ദീപ്തിയും വേദ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. കമലേനെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ കരഞ്ഞോ, അമ്മരെ കണ്ണ് നിറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.